നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ആമുഖ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആദ്യത്തെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മോടൊരു ചോദ്യം ചോദിച്ചു: നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹം നമ്മോട് തിരുവചനത്തിലൂടെ സംസാരിച്ചത്. എന്തന്വേഷിക്കുന്നു? എന്താണ് മറുപടി എന്നും നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, വന്ന് കാണുക. കണ്ടു. അവർ പറഞ്ഞു, ഐ ഹാവ് സീൻ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ജീസസ് എന്ന് യോഹന്നാൻ പറഞ്ഞു. അന്ത്രയോസ് പറഞ്ഞു, സഹോദര, നാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മെസ്സിഹായെ നാം കണ്ടെത്തിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയും അടിസ്ഥാനവും ഈ കണ്ടെത്തലാണ്, ഈ അനുഭവമാണ്. യേശുവിനെ അനുഭവിക്കണം. അത് വെറുമൊരു ചരിത്ര പുരുഷനാണെന്നുള്ള അറിവല്ല. ഐ നോ, എനിക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഐ നോ ഹും ഐ ഹാവ് ബീൻ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഈ അനുഭവത്തിലാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ അടിസ്ഥാനം. അതിന്മേലാണ് സകലതും കെട്ടുപണിയുവാൻ നമുക്ക് സാധിക്കേണ്ടത്. ഞാൻ ചോദിക്കണം, യഥാർത്ഥത്തിൽ യേശുവിനെ നമുക്കറിയാമോ? യേശുവിനെ എനിക്കറിയാം. യേശുവിനെ കുറിച്ചറിയാവോ എന്നല്ല ചോദ്യം. യേശുവിനെ എനിക്കറിയാമോ? യേശുവിനെ യഥാർത്ഥത്തിൽ നാം അറിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥരാകും, അല്ലാതെ ഒക്കില്ല. ആദ്യത്തെ പ്രസംഗത്തിൽ ഞാനൊരു വാക്യം ഉദ്ധരിച്ചു. അത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഹൃദയം അറിയുന്ന ഇഷ്ടമനുസരിക്കുന്നവരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അത് കർത്താവിനെ അറിയുന്നവർക്കാണ് പിതാവിൻ്റെ ഹിതം അറിയാൻ സാധിക്കുക. അവരുടെ ജീവിതത്തിൻ്റെ ശൈലി മാറും, അവരുടെ ദർശനത്തിൽ മാറ്റം സംഭവിക്കും. ഇത് നമുക്ക് സാധ്യമായിട്ട് തീർന്നില്ലെങ്കിൽ നമ്മുടെ ഈ കൺവെൻഷൻ കൊണ്ട് എന്താണ് സാധിക്കുക? ഈ കൺവെൻഷൻ കൊണ്ട് എന്താണ് സാധിക്കേണ്ടത്? ഞാൻ 1-2 കാര്യം മാത്രം പറയാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. യേശുവില്ലാതെ നശിക്കുന്നവർ എത്രയോ ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഞാൻ ജീവിക്കുന്നിടത്തുണ്ട്. ഇത് നമ്മെ അസ്വസ്ഥരാക്കി തീർക്കുന്നുണ്ടോ? യേശു അസ്വസ്ഥനായി, ദൈവം അസ്വസ്ഥനായതുകൊണ്ടാണ്, നഷ്ടപ്പെട്ട ലോകത്തെ കണ്ട് ദൈവം അസ്വസ്ഥനായതുകൊണ്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതാണല്ലോ ഗ്രീഫ്, ജീസസ് ഈസ് ദ ഗ്രീഫ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. ഈ ദൈവം തമ്പുരാനെ അറിയുവാൻ, സ്നേഹിക്കാൻ സാധിച്ചാൽ അവർക്ക് സ്വസ്ഥതയുണ്ടാകില്ലെന്നേ. കാരണം നഷ്ടപ്പെട്ട വലിയ കൂട്ടത്തിൻ്റെ നടുവെയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ നമുക്ക് അസ്വസ്ഥരാകണം. നമുക്ക് ഈ അസ്വസ്ഥതയുണ്ടോ? നാം പലപ്പോഴും നമ്മുടെ പള്ളിയുടെ 4 ചുവരുകൾക്കുള്ളിലുള്ള ആത്മീയതയും കൊണ്ട് ജീവിക്കുകയാണ്. പറ്റില്ല, അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. യേശുവിനെ അറിയാത്തവരുടെ മധ്യയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്കെങ്ങനെ സ്വസ്ഥമായിരിക്കാൻ ഒക്കില്ല. 2, സാമൂഹിക തിന്മകൾക്ക് അടിമകളായിട്ട് ജനം കഴിയുന്നൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുക. അതൊരുപാടുണ്ട്. ഞാൻ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ആരാധനാ സമൂഹമായിട്ട് നിലനിൽക്കുന്നത്. ഇതൊക്കെ നമ്മളെ അസ്വസ്ഥരാക്കി തീർച്ചിട്ടുണ്ടോ? എൻ്റെ ഭവനത്തിൽ മദ്യപാനി ഇല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥതയുണ്ട്. എൻ്റെ ഭവനത്തിൽ മദ്യപാനി ഉണ്ടെങ്കിലോ അതെന്നെ അസ്വസ്ഥനാക്കും. എൻ്റെ സഹോദരിയുടെ പുറത്ത് ഈ മദ്യപാനി തല്ലെങ്കിലോ അപ്പോൾ ഞാൻ അസ്വസ്ഥനാകും. എന്നാൽ എന്നോടൊപ്പം ആരാധിക്കുന്നവനാണെങ്കിലും ഞാൻ ആരാധിക്കുന്ന ഇടത്തിന് ചുറ്റുമുള്ളിടത്ത് അങ്ങനെ സംഭവിക്കുമ്പോൾ അസ്വസ്ഥനാകാൻ എന്തേ സാധിക്കാതെ പോകുന്നു? നമ്മുടെ ആത്മീയതയ്ക്ക് എവിടെയോ കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം.
യേശുവിൻ്റെ ഹൃദയം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കില്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം. അതിനത് വേറെ എന്താണ് അതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ ഹൃദയം ഉൾക്കൊള്ളുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമ്മയ്ക്ക് ഉറക്കം വരത്തില്ലെന്നേ, അസ്വസ്ഥരാകും. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ജനമേ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ആരാധനാലയമുള്ളിടത്ത് ആ വാർഡിൽ ഒരു മദ്യപാനിയും ഇനി ഉണ്ടാകില്ലെന്നുള്ള വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിന് നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾ നേതൃത്വം കൊടുത്താൽ മതി. നിങ്ങൾ നേതൃത്വം കൊടുക്കാനായിട്ട് ആരംഭിച്ചാൽ SNDP-കാരനും NSS-കാരനും ഓർത്തഡോക്സുകാരനും യാക്കോബക്കാരനും കത്തോലിക്കനും വരും. ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കണം. ദൈവത്തെ അറിയുന്നുവെങ്കിൽ, യേശു കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥരായിരിക്കാൻ ഒക്കില്ല. ഇതെല്ലാം കൺമുമ്പിൽ കണ്ടിട്ടും നിങ്ങൾ സ്വസ്ഥരായിരിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അവരൊന്ന് പറഞ്ഞില്ലേ, കർത്താവേ നിങ്ങൾ ഭൂതത്തെ പുറത്താക്കിയില്ലേ, പ്രവചിച്ചില്ലേ, അതിശയപ്രവൃത്തി ചെയ്തില്ലേ? കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ അറിയുന്നില്ലെന്നേ. കാരണം യേശു ദൈവം തമ്പുരാൻ്റെ ഹൃദയമറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തവൻ എന്തെല്ലാം കാണിച്ചാലും ഒരു ഗുണമില്ലെന്നാണ് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഒരു തീരുമാനത്തോടെ കടന്നു പോകാൻ ഒക്കുമോ? ദൈവമേ, നീ ഞങ്ങളെ ആരാധനാ സമൂഹമായി സ്വസ്ഥമായൊരിടത്താക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന വാർഡിൽ ഒറ്റ മദ്യപാനി ഉണ്ടാവില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുക. അത് ചെയ്താൽ മതി. സാധിക്കുമോ? ഇത് നമ്മളെ അസ്വസ്ഥരാക്കുമോ? പ്രിയ ഇടവമിഷ്യൻകാരെ, സേവിയാ സംഘക്കാരെ, ഈ ഇടവയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളുടെ ഇടവകയിൽ ഇത് ചലഞ്ച് ചെയ്യാനായിട്ട് ഒക്കുമോ? പ്രിയ അച്ഛന്മാരെ, നിങ്ങൾക്കതിന് നിങ്ങളുടെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കൊണ്ട് സാധിക്കുമോ? എങ്കിൽ നമ്മുടെ ആരാധന അർത്ഥവത്തായിട്ട് തീരും. യാതൊരു സംശയമില്ല. അതും ഞാൻ ഈ പറഞ്ഞത് മാത്രമൊന്നുമല്ല. സാമൂഹ്യ തിന്മ ഒരുപാട് സിനിമകളുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം കേട്ടില്ലേ? തിരുമേനി ഏവൻഗേലിയൻ വായിച്ച വേദഭാഗം. അവിടെ യോഹന്നാൻ എന്താണ് ചെയ്തത്? യേശുവിന് വേണ്ടി വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാനസാന്തരത്തെക്കുറിച്ചാണ് അവിടെ പ്രസംഗിച്ച. എങ്ങനെയാണ് മാനസാന്തരം എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ കൃത്യമായിട്ട് യോഹന്നാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന്. യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നത് ചെയ്യണം. പ്രായോഗികമായ മാനസാന്തരം, അതാണ് അർത്ഥം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നത് മാത്രമല്ല, അത് മാനസാന്തരത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള സംശയമില്ല. അത് പ്രായോഗിക ജീവിതത്തിൽ കാണിക്കുവാൻ സാധിക്കാത്ത മാനസാന്തരമല്ല. ഞാനൊരു കത്തോലിക്ക സഭയിലെ അച്ഛന്മാർക്ക് വേണ്ടിയുള്ള ധ്യാനയോഗത്തിൽ ഞാനത് സംബന്ധിച്ചു. അപ്പോൾ അവിടെ ധ്യാനിപ്പിക്കാൻ വന്ന അത് പോട്ടയിലെ ചാലക്കുടി പോട്ടയിലെ ഒരച്ഛനാണ്. അച്ഛൻ ഈ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുകയാണ്. ഞാൻ ആ സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്നുകൊണ്ട് ഞാനും കൂടെ ഒന്ന് കയറി എന്താണ് ഈ ധ്യാനമെന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് പോയത്. അച്ഛൻ നടന്നൊരു സംഭവം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, തൃശ്ശൂരിൽ നിന്ന് ഒരമ്മ വളരെ നിർബന്ധിച്ചു പറഞ്ഞു, എൻ്റെ മകനെ കോട്ടയിൽ കൊണ്ടുപോയി നിങ്ങളൊന്ന് മനസ്സാന്തരപ്പെടുത്തുന്നത്. ഞാൻ മഹാകള്ളുകൂടിയനാണ്. അവന് എഞ്ചിനീയറാണ്, ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിച്ചേ ഉള്ളൂ, കുടുംബജീവിതം തകരാൻ പോകുന്നു, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയാണ്. അച്ഛൻ പറഞ്ഞു, ഇപ്രാവശ്യം അഡ്മിഷൻ ക്ലോസ് ചെയ്തു, അടുത്ത പ്രാവശ്യം ആവട്ടെ. അവർ പറഞ്ഞു പറ്റില്ല, എന്തായാലും അച്ഛാ ശിക്ഷിക്കണം. ഈ അമ്മയുടെ കണ്ണുനീര് കൊണ്ട് അഡ്മിഷൻ കൊടുത്തു. ഒരു വിധത്തിൽ അടുക്കുന്നില്ല. ഏതായാലും അവരുടെ സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മനസ്സാന്തരപ്പെട്ടു. അപ്പോൾ മദ്യപാനവും മാറ്റി അതിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചു. തിരിച്ചു ചെന്നപ്പോൾ വലിയ സന്തോഷം. അമ്മയ്ക്ക് വളരെ സന്തോഷം. കാരണം മദ്യപാനം മാറ്റി വീട്ടിൽ സ്വസ്ഥതയുണ്ട്,
കുടുംബജീവിതം വീണ്ടും പുനഃക്രമീകരിപ്പാൻ തക്കവണ്ണം സാധിച്ചിരിക്കുന്നു. വലിയ സന്തോഷം. എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ അവൻ ശമ്പളം കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കും. നമ്മുടെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത്. അമ്മ അത് മരുമകളുടെ കയ്യിലോട്ടും കൊടുക്കും. ആ മാസത്തെ ശമ്പളം കിട്ടി കൊടുത്തപ്പോൾ അമ്മ എണ്ണി നോക്കി വെച്ച് പറഞ്ഞു, എടാ ഇത്രയേ ഉള്ളൂടാ. അമ്മേ എത്രയേ ഉള്ളൂ? എൻ്റെ ശമ്പളം ഇത്രയേ ഉള്ളൂ. എടാ നിങ്ങൾക്ക് കിമ്പളം ഇല്ലടാ. സംഭവം മനസ്സിലായില്ലേ എന്താന്ന്? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ഞാൻ പോട്ടയിൽ ധ്യാനത്തിന് പോയപ്പോൾ എല്ലാ തിന്മകളും വേണ്ടാന്ന് വെച്ചു. അമ്മയ്ക്കങ്ങ് ദേഷ്യം വന്നിച്ച് അച്ഛൻ പോട്ടയിലെ അച്ഛനെ വിളിച്ചേച്ചു പറഞ്ഞു, അച്ഛാ അവൻ്റെ കള്ളൂടി നിർത്താനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവൻ്റെ കള്ളൂടി നിർത്താനല്ലേ പറഞ്ഞുള്ളൂ. എൻ്റെ അച്ഛാ ഈ ചതി എന്നോട് വേണമായിരുന്നോ? നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ മാനസാന്തരം പലപ്പോഴും ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ നീ അവരോട് പറഞ്ഞു, ശമ്പളം മതിയെന്ന് മതി എന്ന് വെക്കേ, ഉള്ളത് മറ്റുള്ളവനുമായി പങ്കിട്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. സാമൂഹിക തിന്മകൾ ഇതുമൊക്കെ അതിനകത്ത് പെടുന്നതാണെന്നേ. നമ്മളൊക്കെ ഒന്ന് മാനസാന്തരപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ സ്ഥിതി? നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നാട്ടിൽ നിന്ന് എല്ലാവരും ഓടിപ്പോകുന്നു, പുറത്ത് പോകുന്നവർ തിരിച്ചു വരുന്നില്ല. എന്നാ കാര്യം വളരെ വ്യക്തമാണ്. ഒരു ഓഫീസിൽ പോയാൽ വല്ല കാര്യവും നടക്കുമോ കൈക്കൂലി കൊടുക്കാതെ? എത്ര ദിവസം നടത്തും? അത് നല്ല മർത്തമ്മക്കാരനോട് ഇരിപ്പുണ്ടെന്നാവും. സംശയം. മതിയെന്ന് വെക്കേ, നിൻ്റെ ശമ്പളം മതിയെന്ന് വെക്കേ. അതാണ് മാനസാന്തരം. നീ കള്ളുകൂടി നിർത്തിയെന്ന് മാത്രമല്ല മാനസാന്തരം. ഈ വക കുഴപ്പവും വേണ്ടാന്ന് വെച്ചോണം. ഇതാണ് നിൻ്റെ മാനസാന്തരം. എന്നാൽ വിദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ ചെന്നാൽ അവർ ആദ്യം ചോദിക്കും, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് നിങ്ങളെങ്ങനെ സഹായിക്കാൻ നോക്കും എന്നാണ് ചോദ്യം. ഇവിടെ നമ്മളെങ്ങനെ ഉപദ്രവിക്കാൻ നോക്കും, നമ്മുടെ പോക്കറ്റിൽ എന്ത് പൈസയുണ്ടോ അതെങ്ങനെ ഊറ്റിയെടുക്കാൻ നോക്കും എന്നാണ് ചിന്ത. മാനസാന്തരം വേണം. മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കണം. അല്ലാത്തവൻ ദൈവരാജ്യത്തിന് യോജിച്ചവനെല്ലാം അങ്ങോട്ട് പ്രവേശിക്കാൻ പോലും ഒക്കില്ലെന്നാണ് കർത്താവ് പറയും. പ്രായോഗിക ജീവിതത്തിൽ കാണിക്കാൻ സാധിക്കാത്ത മാനസാന്തരം ആണോ? അല്ല. അപ്പോൾ നമ്മുടെ വിചാരി കള്ളുകൂടിയും ഇത് സൂത്രം മാത്രമേ ഉള്ളൂ സാമൂഹിക തിന്മ. അതിനൊക്കെ അപ്പുറമുണ്ട്. അത് കാണുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുമോ? ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് വിചാരം. നമുക്ക് ദൈവം നന്നായി സൃഷ്ടിച്ച ഈ ലോകത്തോട് വലിയ സ്നേഹമെങ്കിലുണ്ടോ? ദൈവം നന്നായി സൃഷ്ടിച്ചു. ദൈവം ഓരോ സൃഷ്ടി കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഗുഡ്, പെർഫെക്റ്റ്, നല്ലതായിരിക്കും. ദൈവം നന്നായി സൃഷ്ടിച്ച ഈ ലോകത്തെ, ഈ മണ്ണിനെ സുന്ദരമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ആത്മീയതയുടെ ഭാഗമാണ്. യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, യേശു സ്നേഹിച്ച ഈ ലോകത്തെ, ദൈവം സ്നേഹിച്ച ഈ ലോകത്തെ, ദൈവം അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് ഏകജാതന പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ ദൈവം സ്നേഹിച്ച ഈ ലോകത്തെ, ഈ മണ്ണിനെ സ്നേഹിക്കാൻ എന്ന് വെച്ചാൽ മണ്ണേന്ന് കെട്ടിപ്പിടിച്ച് നടക്കാനല്ല, അതിനുവേണ്ടി ജീവൻ കളയാൻ വേണ്ടിയല്ല, അതിനെ ഭംഗിയായി സുന്ദരമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മുടേതാണ്. അതാണ് ആത്മീയതയാണ്. ദൈവം നന്നായി ദൈവം സ്നേഹിച്ച മണ്ണിനെ എത്ര സുന്ദരമായി സൂക്ഷിക്കാൻ സാധിക്കും. ഞാനിങ്ങനെ പോകുന്ന വഴികളിലൊക്കെ എപ്പോഴും നോക്കുമ്പോൾ ഈ റോഡിൻ്റെ ഇരുവശത്തും ഭയങ്കര കാടാണ്. വീടിൻ്റെ അകവശം നല്ല സുന്ദരമാണ്, എന്നാൽ മതിലിന് പുറത്ത് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും കാടാണ്. പള്ളികളുടെയും അങ്ങനെയാണ്, ചില പള്ളികളുടെയെങ്കിലും അങ്ങനെയാണ്. കാരണം അതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. പള്ളിയുടെ അകം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ, മതിലിനകമുള്ളൂ. പള്ളീൻ്റെ പുറത്തോ അത് ആരുടെ ജോലിയാണ്? അതാരുടെ ജോലിയാണ്? ആ കാടൊക്കെ ഒന്ന് പറഞ്ഞു, അതൊക്കെ ഈ ആരാണ്, സ്വയം തൊഴിലുകാരുടെ പണിയാണെന്നാണ് വിചാരം. അവർ വന്നിട്ട് അങ്ങ് ചെത്തി അങ്ങ് വെടിപ്പാക്കും. അപ്പോൾ വേനൽ വരുമ്പോഴത്തേക്കും ഭയങ്കര പൊടി, പിന്നെ മഴ വരുമ്പോൾ ഭയങ്കര ചളി.
അതൊക്കെ ഒന്ന് പുല്ലൊക്കെ ഒന്ന് വെട്ടിയിട്ട് നല്ല വൃത്തിയായി സൂക്ഷിച്ചാൽ എന്ത് സുന്ദരം. അത് വിദേശങ്ങളിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർ ഒരുപാട് വെട്ടിയിട്ടുണ്ട്. എന്ത് സുന്ദരമായിട്ടാണ് ആ നാട് പച്ചിച്ച് നിൽക്കുകയല്ലേ. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. നമ്മുടെ പള്ളിയുടെ ചുറ്റുപാട് ഒരു 100 മീറ്റർ ചുറ്റളവിൽ എല്ലാ റോഡിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്തേ നമുക്ക് സാധിക്കാത്തത്? അത് സുന്ദരമായി സൂക്ഷിക്കാൻ എന്തേ സാധിക്കാത്തത്? അതൊരു ആത്മീയതയാണെന്നേ. യേശുവിനെ ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്നവർക്ക് ഈ ദൈവം നന്നായി സൃഷ്ടിച്ച ലോകത്തെയും നന്നായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്, സുന്ദരമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. അത് നമുക്ക് സാധിക്കാത്ത എന്താ പ്രശ്നം? ഈ യൂത്തുകാരോട് പറഞ്ഞാൽ പോരെ, ഈ പ്രായമുള്ളവരൊന്ന് ഒമ്മിച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ആത്മീയതയേ അല്ല. ആണ്. നിങ്ങളങ്ങനെ എന്ത് ചെയ്തു നോക്കിയേ. നിങ്ങളുടെ ഇടവയുടെ ചുറ്റുപാടും ഒരു 100 മീറ്റർ ചുറ്റുപാടും ഇത്ര ഭംഗിയായി പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് അവിടെ ഒരു ആഴ്ചയിൽ ഒരിക്കൽ പോയി ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഇടവക്കാർ പറയും, നമ്മുടെ ഇടവക്കാരെല്ലാം മറ്റൊരു കണ്ടു നോക്ക്, ആ മർത്തോമാക്കാരൻ്റെ പള്ളിയുടെ ചുറ്റും കണ്ടോ, ആ റോഡിൽ എന്ത് വൃത്തിയായിട്ടാണ് അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോഴത്തേക്കും സാലിയും അവരും ഇവിടെ ഉണരാൻ തുടങ്ങും. ദൈവമേ, എനിക്കുണ്ടാകാത്ത ദർശനം ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ ചെറുപ്പക്കാർക്കുണ്ടായല്ലോ എന്നവർ പറയും. ഞാനിതൊന്നും തമാശ പറയുന്നതല്ല. ഈ നാടിനെ വൃത്തിയായിട്ടും സുന്ദരമായി സൂക്ഷിക്കുവാൻ തക്കവണ്ണം എന്തേ നമുക്ക് സാധിക്കാത്തത്? കാരണം മാനസാന്തരത്തിനനുസരിച്ച് ഫലം പുറപ്പെടുവിപ്പാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. ദൈവം തമ്പുരാൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പനുഭവിപ്പാൻ നമ്മൾക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. നമുക്കൊരു പുനഃപ്രതിഷ്ഠ ചെയ്തു പോകാനൊക്കെ ഈ ഭദ്രാസനത്തെ 83 ഇടവകൾ, ഈ 83 ഇടവകളുടെയും ചുറ്റുപാടും ഇത്ര സുന്ദരമായി സൂക്ഷിക്കപ്പെട്ടാൽ എന്തുണ്ടാവും? ഈ നാട് നന്നാവും. ഈ നാട് കാണാൻ വേണ്ടി നാട്ടുകാർ പുറമേ ഉള്ളവർ വരും. നോക്ക, ഒരു ഇടവക ചെയ്ത പണിയായത് അല്ലേ പറയും. ഇത് നമ്മുടെ ഒരു പുനഃപ്രതിഷ്ഠയുടെ അവസരമായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് ഈ നമ്മുടെ രാഷ്ട്രം റിപ്പബ്ലിക്കായതിൻ്റെ 76ാം ദിനമാണ്. എന്താണ് അതിൻ്റെ പ്രസക്തി? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ അവകാശത്തെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മളെ വളരെ വ്യക്തത നൽകുന്നതിനിടയാക്കിയ ദിനമാണിത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അന്ന് അവർ വിഭാവന ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് നാം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സാധിക്കണമെങ്കിൽ, അത് അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ജാതിയും മതവും ഒന്നും രാഷ്ട്രീയമൊക്കെ നോക്കാതെ അതിലപ്പുറമായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള മനസ്സുണ്ടാകണം. അതാണ് ക്രിസ്തീയ സാക്ഷി. അത് നിർവഹിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.